നമസ്കാരം, ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവരെയും നല്ലൊരു രാവിലെയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിരവധി വാർത്തകൾ, ഒരു വാർത്താ പ്രഭാതം തന്നെയാണ്. എന്നാലും ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും രാവിലെയിലേക്ക് സ്വാഗതം ചെയ്ത് തുടങ്ങുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബീഹാറിൽ ചരിത്രം കുറിക്കാൻ നിതീഷ് കുമാർ 10ാം തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ. ചടങ്ങ് ആഘോഷമാക്കാൻ NDA. 2 ഉപമുഖ്യമന്ത്രിമാർ BJPയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടാൻ നിർണായക നീക്കങ്ങളുമായി ബംഗ്ലാദേശ്. സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീൽ ഉൽ റഹ്മാൻ ഇന്ത്യയിൽ. അജിത് ഡോവലുമായി ചർച്ച നടത്തി. നിലപാട് വ്യക്തമാക്കാതെ ഇന്ത്യ. ചെങ്കോട്ട സ്ഫോടനത്തിൽ പിടിയിലായവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഭീകരർക്ക് അഫ്ഗാനിൽ നിന്നും കോളുകൾ വന്നിരുന്നതായി കണ്ടെത്തി. അൽഫല സർവകലാശാലയിലെ 10 പേരെ കാണാനില്ല. 5 ഡോക്ടർമാർക്കായി തിരച്ചിൽ. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി ഇന്ന്. രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഭരണഘടനാ ബെഞ്ച് വിധി പറയും. പരമോന്നത കോടതി വിധി പറയുന്നത് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ചതിൽ. ലബനനിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. ലക്ഷ്യമിട്ടത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ. 4 ഗ്രാമങ്ങളിൽ വ്യാപക നാശനഷ്ടം. ആക്രമിച്ചത് പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പെന്ന് ലബനൻ. നടിയാക്രമിച്ച കേസ് ഇന്ന് വീണ്ടും വിചാരണ കോടതിയിൽ. അന്തിമവിധി പ്രസ്താവത്തിന്റെ തീയതി പ്രഖ്യാപിച്ചേക്കും. വിധി വരുന്നത് 7.5 വർഷങ്ങൾക്ക് ശേഷം. തദ്ദേശ പോര് കനക്കുന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ വരെ. വിമതശല്യത്തിൽ വലഞ്ഞു മുന്നണികൾ. ശബരിമലയിൽ നിന്നും വൻ ഭക്തജനത്തിരക്ക്. ദർശനം കർശന നിയന്ത്രണങ്ങളോടെ. സ്പോട്ട് ബുക്കിംഗ് 5000 ചുരുക്കി. വിശദമായി നോക്കാം. ബീഹാർ മുഖ്യമന്ത്രി പദവിയിൽ റെക്കോർഡിട്ട JDU നേതാവ് നിതീഷ് കുമാർ. 10ാം തവണയും സംസ്ഥാന മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ഇന്ന് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. MG മിഥുൻ നൽകും കൂടുതൽ വിവരങ്ങൾ. മിഥുൻ, 10ാം ഊഴം തുടർച്ചയായി 5ാം തവണ, അങ്ങനെ 18ാം നിയമസഭയിലേക്ക് റെക്കോർഡിട്ട് കയറുകയാണ് നിതീഷ് കുമാർ. ഒവ്യ, എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. വളരെ വലിയ ആഘോഷമാക്കി ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് മാറ്റാൻ തന്നെയാണ് NDA തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിട്ടുണ്ട്. ഗാന്ധി മൈതാനിൽ ഇന്ന് 11 കൂടിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, ഒപ്പം തന്നെ സഖ്യകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ചടങ്ങിന് സാക്ഷിയാവുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നത്. 11 കൂടിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കുക. വളരെ വലിയ ആഘോഷമാക്കി ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിനെ മാറ്റാൻ തന്നെയാണ് NDA തീരുമാനിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വലിയ വിജയം ബീഹാറിൽ സ്വന്തമാക്കാൻ സാധിച്ചതിൻ്റെ ഒരു കാര്യം, അതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ മന്ത്രിസഭാ രൂപീകരണം അടക്കം അതിനുവേണ്ടിയുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി 16ഓളം മന്ത്രിമാർ ഇത്തരത്തിൽ BJPയിൽ നിന്നും, ഒപ്പം തന്നെ 14 മന്ത്രിമാർ JDUവിൽ നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഒപ്പം തന്നെ ഇത്തരത്തിൽ ചിരാഗ് പാസ്വാന്റെ LJPക്ക് 3 മന്ത്രിസ്ഥാനം, 3 മുതൽ 4 മന്ത്രിസ്ഥാനം വരെ ലഭിച്ചേക്കാമെന്നുള്ള സൂചനയുണ്ട്. മറ്റൊന്ന് HAM-നും ഒപ്പം തന്നെ RLM-നും ഓരോ മന്ത്രിസ്ഥാനം വീതവും നൽകും. അങ്ങനെ പൂർണ്ണമായും ഘടകകക്ഷികളെ എല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണമായിരിക്കും നടക്കാൻ പോകുക. ഇന്ന് ആദ്യഘട്ട മന്ത്രിസഭാ രൂപീകരണം എന്ന രീതിയിൽ നിതീഷ് കുമാറിനൊപ്പം 22 മന്ത്രിമാർ ചുമതലയേൽക്കും. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പിനായി BJP പിടിമുറുക്കുന്നുണ്ട്. അവിടെ തർക്കങ്ങളുണ്ട്. നമുക്കറിയാം, സ്പീക്കർ സ്ഥാനത്തിനായുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തർക്കങ്ങൾ ഉള്ളിൽ കൂടെ തന്നെയാണ് സത്യപ്രതിജ്ഞയ്ക്കായി നിതീഷ് കുമാർ ഒരുങ്ങുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഒരു വശത്തുണ്ട്. അപ്പോൾ ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ചിത്രം തെളിയുമോ മിഥുൻ?
ഭവ്യ, അതായത് കഴിഞ്ഞ ദിവസം ചേർന്ന ഈ യോഗത്തിൽ പ്രത്യേകിച്ച് ഈ ഉപമുഖ്യമന്ത്രിമാർ രണ്ടുപേരും BJP യിൽ നിന്നുള്ളവർ തന്നെയാണ്. മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. തുടർച്ചയായ ഊഴം അദ്ദേഹത്തിന് നൽകിയ സാഹചര്യത്തിൽ കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് JDU തയ്യാറാകണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു BJP നേതൃത്വം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പക്ഷേ ഈ രണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം സമ്രാട് ചൗധരിയും ഒപ്പം തന്നെ വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. അതിനു പുറമെ ആഭ്യന്തര വകുപ്പ് കൂടി നൽകണമെന്നുള്ള ആവശ്യം BJP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ JDU ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. അതായത് ആഭ്യന്തരം നൽകുമ്പോൾ ധനകാര്യവും ഒപ്പം തന്നെ ആരോഗ്യവും പോലത്തുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ JDU-ന് നൽകാമെന്നുള്ള ഓഫറാണ് ഇതുമായി ബന്ധപ്പെട്ട് BJP മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര നേതൃത്വം നിതീഷിന് പൂർണ്ണമായും വഴങ്ങണമെന്നുള്ള രീതി, അല്ലെങ്കിൽ നിതീഷ് പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ മുൻനിർത്തിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ സംസ്ഥാന BJP-യിൽ സമ്രാട് ചൗധരി അടക്കമുള്ള ആളുകൾ അതിലൊരു അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നാണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനമടക്കം JDU-ന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയിട്ട് പോലും തന്നെ JDU-ന് ഈ മുഖ്യമന്ത്രി സ്ഥാനം നൽകിയൊരു പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് തങ്ങൾക്ക് തന്നെ നൽകണം എന്നുള്ള ആവശ്യമാണ് അവർ, അല്ലെങ്കിൽ ആ ഒരു ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ആ വിഷയത്തിൽ ചില കല്ലുകടികൾ ഉണ്ട് എങ്കിൽ പോലും തന്നെ അത് പല കാലങ്ങളിലും അല്ലെങ്കിൽ മുൻകാലങ്ങളിലും ഒക്കെ സമാനമായ രീതിയിലുള്ള എതിർപ്പുകളൊക്കെ ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞു തീർക്കാനാകുമെന്ന് തന്നെയാണ് BJP ദേശീയ നേതൃത്വം കരുതുകയും ചെയ്യുന്നത്. ഇന്നെന്തായാലും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ 22 പേർ മന്ത്രിമാരായി നിതീഷിന്റെ ഒപ്പം സത്യപ്രതിജ്ഞ ചെയ്യും. അതിൽ 9 പേർ BJP-യിൽ നിന്നും 10 പേർ JDU-യിൽ നിന്നുമാണ് എന്നുള്ളതാണ്. ബാക്കി 3 പേർ, അതായത് 3 മന്ത്രിമാർ ഈ LJP-യിൽ നിന്നും ഒപ്പം തന്നെ HIM-ൽ നിന്നും RLM-ൽ നിന്നുമുള്ള 3 പേരുണ്ട്. JDU-ൽ നിന്ന് പ്രധാനപ്പെട്ട, അതായത് നിതീഷ് കുമാറിന്റെ അടുത്ത അനുയായികളായിട്ടുള്ള വിജയ് ചൗധരി ഒപ്പം തന്നെ അശോക് ചൗധരി, വിജേന്ദ്ര പ്രസാദ് യാദവ് എന്നിവർ മന്ത്രിമാരാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റേതെങ്കിലും തരത്തിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകുമെന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. മുൻകാലങ്ങളിലുമൊക്കെ സമീപകാലം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുമൊക്കെ സമാനമായ രീതിയിൽ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണം നമ്മൾ കാണേണ്ടതാണ്. അതേ രീതിയിലായിരിക്കുമോ ബീഹാറിലും എന്ന് നമുക്കിനി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും 11:30 കൂടിയാണ് ഗാന്ധി മൈതാനിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക. പ്രമുഖരുടെ വലിയൊരു നിര ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ നിതീഷ് കുമാർ 10ാം തവണയും റെക്കോർഡിട്ട് 10ാം തവണയും ഇത്തരത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നു കയറുകയും ചെയ്യും. തീർച്ചയായും MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് അധികാരമേൽക്കുകയാണ്. ഗാന്ധി മൈതാനിൽ സത്യപ്രതിജ്ഞ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം BJP മുഖ്യമന്ത്രിമാരും സാക്ഷ്യം വഹിക്കും. NDA സംയുക്ത നിയമസഭാ കക്ഷി യോഗമാണ് നിതീഷിനെ നേതാവായി തെരഞ്ഞെടുത്തത്. 10ാം തവണയും ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ അല്പസമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ഉച്ചയ്ക്ക് 1:30-ക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. മുൻ കേരള ഗവർണർ, ഇപ്പോഴത്തെ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാവും സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം BJP-യുടെ കരുത്തരായ നേതാക്കളുടെ എല്ലാം സാന്നിധ്യത്തിലാവും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. 2005 ശേഷം ബീഹാറിന് ഒരേ ഒരു നേതാവേ ഉണ്ടായിട്ടുള്ളൂ. അത് നിതീഷ് കുമാറാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് വാർദ്ധക്യത്തിൻ്റെ ഒട്ടേറെ തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മിന്നും വിജയം നേടിയ നിതീഷ് കുമാർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. സുശാസൻ ബാബു എന്ന പേര് തന്നെയാണ് ഇപ്പോഴും നിതീഷിന് ബീഹാറിലുള്ളതെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു ഇക്കുറി നേടിയ വമ്പിച്ച വിജയം. പലതവണ മുന്നണി മാറിക്കളിച്ചിട്ടുള്ള 5 തവണയടക്കം ഒരു മുന്നണിയിൽ നിന്ന് അടുത്ത മുന്നണിയിലേക്കും അവിടെ നിന്ന് തിരികെയും ഒക്കെ ചാടിയിട്ടുള്ള പാൽത്തു റാം എന്ന വിശേഷണമൊക്കെ ഉണ്ടായിരുന്ന നിതീഷ് കുമാർ ഇപ്പോഴും താൻ പാൽത്തു റാം അല്ല, താൻ മുന്നണി മാറിയാലും നഷ്ടപ്പെടുന്നതല്ല തൻ്റെ വിശ്വാസ്യത എന്ന് തെളിയിച്ചുകൂടിയാണ് ഈ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ മുഖ്യമന്ത്രിമാർ, ലോങ്സ്റ്റ് സർവൈങ് മുഖ്യമന്ത്രിമാരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് അടുത്ത ഈ 5 വർഷം പൂർത്തിയാക്കാനാവാൻ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി എന്നുള്ള ചരിത്രത്തിലേക്ക് കൂടിയാണ് നിതീഷ് കുമാർ നടന്ന് നീങ്ങുന്നത്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിമാരുടെ ചരിത്രത്തിൽ 8ാം സ്ഥാനമാണ് നിതീഷ് കുമാറിനുള്ളത്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് സിക്കിമിലെ പവൻകുമാർ ചാലിംഗ് ആണ്. പവൻകുമാർ ചാലിംഗ് ഇരുന്നത് 24 വർഷവും 165 ദിവസവുമാണ്. മറ്റ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒറീസയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വഴി ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി നവീൻ പട്നായിക്കാണ്. നവീൻ പട്നായിക് 24 വർഷവും 99 ദിവസവുമാണ് മുഖ്യമന്ത്രിയായിരുന്നത്. 3ാം സ്ഥാനത്തുള്ളത് ജ്യോതി ബസുവാണ്. ബംഗാൾ മുഖ്യമന്ത്രിയായി 23 വർഷവും 137 ദിവസവുമാണ് ജ്യോതി ബസു ഉണ്ടായിരുന്നത്. ഇനി ഒരൊറ്റ വർഷം അദ്ദേഹത്തെ തുടരാൻ കഴിഞ്ഞു എന്ന് കരുതുക. ഒറ്റ വർഷം തുടരാൻ കഴിഞ്ഞാൽ തന്നെ
ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന റെക്കോർഡ് മണിക് സർക്കാരിൻ്റെ റെക്കോർഡ് അദ്ദേഹത്തിന് മറികടക്കാനാവും. 19 വർഷവും 363 ദിവസവും, ഏകദേശം 20 വർഷം എന്നുള്ള റെക്കോർഡാണ്. ആ 20 വർഷത്തിൻ്റെ റെക്കോർഡ് അദ്ദേഹത്തിന് അനായാസം മറികടക്കാൻ കഴിയും. അത്രത്തോളം ചരിത്രത്തിലേക്ക് കൂടിയാണ് നിതീഷ് കുമാർ എന്ന് പറയുന്ന ബീഹാർ ഇക്കാലം മുഴുവൻ കണ്ട നേതാക്കളിൽ ഏറ്റവും കൂടുതൽ കാലം ബീഹാർ രാഷ്ട്രീയത്തെ സ്വയം ഒരു അച്ചുതണ്ടായി നിന്നുകൊണ്ട് ആ അച്ചുതണ്ടിന് ചുറ്റും കറക്കാൻ കഴിഞ്ഞ നേതാവ്. തൻ്റെ പാർട്ടി അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടല്ല ബീഹാറിൽ നിതീഷ് കുമാറിന് ഇന്നും മുഖ്യമന്ത്രിയായിരിക്കാൻ കഴിഞ്ഞത്. തൻ്റെ പാർട്ടിക്ക് കൂടെ നിൽക്കുന്ന BJP പോലെയോ അല്ലെങ്കിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന RJD പോലെയോ സംഘടനാ സംവിധാനവും എല്ലാവിധ സംഘടനാ രീതികളും പ്രവർത്തകരുമൊക്കെ ഉണ്ടായിട്ടൊന്നുമല്ല നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തുടർച്ചയായി വരാൻ കഴിയുന്നത്. നിതീഷ് കുമാർ 2005 മുതൽ മുഖ്യമന്ത്രിയായിരിക്കാൻ കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിതീഷ് കുമാർ എന്ന വ്യക്തിയുടെ പ്രതിച്ഛായ തന്നെയാണ്. ആ നിതീഷ് കുമാറിൽ ബീഹാറിലെ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത തന്നെയാണ്. കൂടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട കക്ഷികളെയൊക്കെ കാലാകാലങ്ങളിൽ ഒതുക്കി ആ പാർട്ടികളെ തന്നെ പതിയെ ഇല്ലാതാക്കുന്ന BJPക്ക് പോലും നിതീഷ് കുമാറിനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിതീഷ് എന്ന ആവർത്തിച്ച് പ്രഖ്യാപിക്കേണ്ട അവസ്ഥയടക്കമുണ്ടായത് ആ നേതാവിന് ബീഹാറിലുണ്ടായിരിക്കുന്ന വലിയ സ്ഥാനമാണ്. മറ്റ് ഏത് സംസ്ഥാനത്തായാലും ഇങ്ങനെ പലതവണ മുന്നണി മാറുന്ന, അപ്പോഴെല്ലാം മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കുന്ന, അധികാരത്തിന് വേണ്ടി മുന്നണി മാറുന്ന ഒരു നേതാവിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടേനെ. പക്ഷേ ബീഹാറിൽ ഇപ്പോഴും നിതീഷ് കുമാറിന് ആ പ്രതിച്ഛായ നിലനിർത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിതീഷിൻ്റെ ജീവചരിത്രം കൂടി നമുക്ക് എളുപ്പത്തിൽ ഒന്ന് നോക്കേണ്ടതുണ്ട്. 1951 പട്നയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയാണ് അദ്ദേഹം. മെക്കാനിക്കൽ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലാണ് അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറിംഗ് ബിരുദമെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരിയായ ബിരുദം യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലല്ല. ബീഹാറിൻ്റെ ജാതി രാഷ്ട്രീയം എങ്ങനെ, കാസ്റ്റ് എഞ്ചിനീയറിംഗ് എങ്ങനെ ഏറ്റവും ഫലപ്രദമായി വർക്ക് ചെയ്യാം എന്ന് ഏറ്റവും നന്നായി തെളിയിച്ച, ദീർഘകാലം തെളിയിച്ച നേതാവ് കൂടിയാണ്. കുർമി സമുദായാംഗമാണ്, OBCയിൽ പെടുന്ന. അപ്പോൾ അദ്ദേഹം വരുന്ന സമയത്തൊക്കെ കുർമി സമുദായത്തിൻ്റെ അടക്കം വരുന്ന OBCയുടെ വലിയ നേതാവായി ലാലു പ്രസാദ് യാദവും RJD നിൽക്കുമ്പോഴാണ് അതിലെ കുർമി OBCയിലെ പിന്നാക്കക്കാരെ അണിനിരത്തിക്കൊണ്ട്, മുസ്ലിം മതവിഭാഗത്തിലെ പിന്നാക്കക്കാരെ അണിനിരത്തിക്കൊണ്ട് അങ്ങനെ ഒരു എക്സ്ട്രീംലി ബാക്ക്വേർഡ് ആയിട്ടുള്ള OBCയെയും എക്സ്ട്രീംലി ബാക്ക്വേർഡ് ആയിട്ടുള്ള മുസ്ലിമിനെയും എല്ലാം അണിനിരത്തിക്കൊണ്ട് അദ്ദേഹം ഒരു സമർത്ഥമായ ജാതി രാഷ്ട്രീയം, എഞ്ചിനീയറിംഗ്, ഒരു കാസ്റ്റ് എഞ്ചിനീയറിംഗ് ഫലപ്രദമായി അദ്ദേഹം നെയ്തെടുത്തത് അത് ഇപ്പോഴും ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. 1974 ജയപ്രകാശ് നാരായണ നേതൃത്വത്തിലുള്ള JP മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ലാലു പ്രസാദ് യാദവും ഒക്കെ അദ്ദേഹത്തിന് സമകാലീനാണ്. ചെറിയ വയസ്സിൻ്റെ വ്യത്യാസം മാത്രമാണ് ലാലുവുമായിട്ട് അടക്കമുള്ളത്. 1977 ജനതാ പാർട്ടി റാം മനോഹർ ലോഹിയ, കർപ്പൂരി താക്കൂർ, SN സിൻഹ, VP സിംഗ് മുതലായ സോഷ്യലിസ്റ്റുകൾ കണ്ട എക്കാലത്തെയും വലിയ നേതാക്കൾക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയം ഉണ്ടായിരുന്നത്. ഇത് തുടക്കം ആലോചിക്കണം. 1977 80 അദ്ദേഹം ബീഹാർ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നുണ്ട്. ആ 2 തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. രണ്ട് പരാജയത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള നിതീഷിൻ്റെ കാലം. പക്ഷേ ആ 2 പരാജയം കൊണ്ട് ആത്യന്തികമായി എല്ലാ കാലത്തേക്കും വിജയം എങ്ങനെ നേടാമെന്നും ആ വിജയം എങ്ങനെ ആവർത്തിക്കാമെന്നും കൃത്യമായി പഠിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ്. 1985 അദ്ദേഹം ആദ്യമായി MLA ആവുന്നത്. 1990 VP സിംഗ് സർക്കാരിൽ അദ്ദേഹം കൃഷി സഹകരണത്തിൻ്റെ സഹമന്ത്രിയാവുന്നു. 1994 ജോർജ് ഫെർണാണ്ടസുമായി ചേർന്ന് സമതാ പാർട്ടി അദ്ദേഹം രൂപീകരിച്ചു. ജോർജ് ഫെർണാണ്ടസ് സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായ ജോർജ് ഫെർണാണ്ടസിനൊപ്പം ചേർന്നാണ് സമതാ പാർട്ടി രൂപീകരിക്കുന്നത്. 1996 19 വർഷത്തെ സോഷ്യലിസ്റ്റ് സഹവാസം ഉപേക്ഷിച്ച് അദ്ദേഹം NDAയുടെ ഭാഗമാവുകയാണ്. അന്ന് NDAയുടെ ഭാഗമായിട്ടൊക്കെ മാറുക എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റുകൾക്ക് പഴയ ജനസംഘവുമായി സഹകരിച്ച, അടിയന്തരാവസ്ഥക്കാലത്ത് ജനസംഘവുമായി സഹകരിച്ച പാരമ്പര്യം, അവർക്കൊണ്ട് ഒരുമിച്ച് മത്സരിച്ച പാരമ്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴുമൊക്കെയും അവർക്ക് കോൺഗ്രസ് ആയിരുന്നു മുഖ്യ ശത്രുവായി. അന്ന് കോൺഗ്രസ് ആയിരുന്നു പ്രധാന എതിരാളി, കോൺഗ്രസ് ആയിരുന്നു മുഖ്യ ശത്രുവായി എന്നത്. പക്ഷേ സോഷ്യലിസ്റ്റ് ചേരിയിൽ നിന്ന് ഉറച്ച് NDA ചേരിയിലേക്ക് മാറുന്നതിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞ് ആദ്യം മാറിയ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ഈ നിതീഷ് കുമാർ എന്ന് ഓർക്കണം. 1998 AB വാജ്പേയി സർക്കാരിൽ അദ്ദേഹം
റെയിൽവേ മന്ത്രിയാവുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാണ് ദേശീയ തലത്തിലടക്കം വലിയ ഒരു ഫിഗറായി നിതീഷ് കുമാർ മാറുന്നു. 2000 ആണ് ആദ്യമായി അദ്ദേഹം ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത്. പക്ഷേ 7 ദിവസം മാത്രമേ ആ മുഖ്യമന്ത്രി കസേരയിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് വന്നത് ലാലു ജയിലിലായതുകൊണ്ട് തുടർന്ന് വന്നത് അന്ന് റാബ്രി ദേവി സർക്കാരാണ്. റാബ്രി ദേവിയാണ് പിന്നീട് വന്ന 2005 വരെയും അദ്ദേഹം അവിടെ ഭരിച്ചത്. 2003 ശരത് യാദവും ജോർജ് ഫെർണാണ്ടസും നിതീഷ് കുമാറും കൂടെ ചേർന്ന് JDUവിന് രൂപം നൽകുന്നത്. അങ്ങനെ JDUവിൽ എത്തുന്നതോടുകൂടിയാണ്, ആ JDUവിൻ്റെ രൂപീകരണത്തോടു കൂടിയാണ്, മുമ്പുണ്ടായിരുന്ന ചില പാർട്ടികളുമായിട്ടൊക്കെ ലയിച്ചുമൊക്കെ JDUവിൻ്റെ ഭാഗമാകുന്നതോടുകൂടിയാണ് അദ്ദേഹം കൂടുതൽ കരുത്തനായി മാറുന്നത്. 2005 ആദ്യമായി അദ്ദേഹം ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാകുന്നു. അദ്ദേഹം 2005 മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം കുറഞ്ഞ ഒരു കാലം നിതിൻ റാം മാഞ്ചി 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തെ തുടർന്ന് നിതിൻ റാം മാഞ്ചി കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്നു ഒഴിച്ചാൽ ബാക്കി മുഴുവൻ കാലവും ബീഹാറിന് ഒറ്റ മുഖ്യമന്ത്രിയേ ഉണ്ടായിട്ടുള്ളൂ. അത് നിതീഷ് കുമാറാണ്. അത് NDAയുടെ ഭാഗമായിട്ട് നിന്നാലും നേരത്തെ ഇന്ത്യ മുന്നണിയുടെയും മഹാഗഡ്ബന്ധിൻ്റെ ഭാഗമായിട്ടൊക്കെ നിന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽ ഹലാബ് സർവകലാശാലയിൽ ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്തിരുന്ന 10 പേരെ കാണാനില്ലെന്ന് റിപ്പോർട്ട്. 3 കശ്മീരികൾ ഉൾപ്പെടെ 10 പേരെ കാണാനില്ലെന്ന വിവരമാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പുറത്തുവിട്ടത്. 200ഓളം പേർ ഈ ഇടിയുടെ നിരീക്ഷണത്തിലാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ ചെങ്കോട്ടയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പ്രധാന കേന്ദ്രം ഈ സർവകലാശാലയാണോ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ കാണാതായ 10 പേർ അവർ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ സംഘത്തിൽ ഉള്ളവരാണ് എന്നതിലേക്കാണോ അന്വേഷണ സംഘത്തിന്റെ സംശയം നീളുന്നത്? എന്നതിലേക്കാണോ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്? എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അങ്ങനെ തന്നെ വേണം ഇപ്പോൾ അനുമാനിക്കാൻ. കാരണം അന്വേഷണ ഏജൻസികളുടെ റഡാറിലാണ് അൽഫല യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരും ഒപ്പം വിദ്യാർത്ഥികളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1000ഓളം പേർ ഇതിനകം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അതിൽ 200ഓളം പേർ ഈ EDയുടെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും മറ്റും നിരീക്ഷണത്തിലാണ്. അതായത് അൽഫല യൂണിവേഴ്സിറ്റി ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖിയുടെ അറസ്റ്റിന് ശേഷം വ്യാപകമായി ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഏജൻസികൾ. ജമ്മു കാശ്മീർ, ഹരിയാന പോലീസ് സംഘം ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തി വരികയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിലാണ് 10ഓളം, അതായത് ഡോക്ടർമാരും അവിടുത്തെ വിദ്യാർത്ഥികളും അടങ്ങുന്ന 10ഓളം ആളുകളെ കാണാനില്ല എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. ഇവരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവർക്കുമായി ബന്ധപ്പെട്ട് വ്യാപകമായ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലും ഇവരുടെ വീടുകളിലും മറ്റും വ്യാപകമായ പരിശോധനയും നടക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇവരുടെ ബന്ധുക്കളെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 500ഓളം കോടി രൂപ ഈ സർവകലാശാല കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ എത്തിച്ചേർന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നവംബർ 10 നമുക്കറിയാം, നവംബർ 10 ചെങ്കോട്ടയിൽ I-20 കാർ പൊട്ടിത്തെറിക്കുകയും നിരവധി ആളുകൾക്ക് മരണം സംഭവിക്കുകയും മറ്റും ചെയ്തത്. ഇതിൽ ടെറർ ഡോക്ടർ എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഇവരുമായി ബന്ധപ്പെട്ടുള്ള വിശേഷണം. ഈ ടെറർ ഡോക്ടർ സംഘത്തിന്റെ ഭാഗമായവരാണ് ഇവർ എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് എന്നുള്ളതാണ്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ളവരുടെ പങ്കാളിത്തം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുണ്ട് എന്നാണ്. കൂടുതൽ ഫോൺ കോളുകൾ പാകിസ്ഥാനിൽ നിന്നും മറ്റും ഈ കാണാതായവരുമായി ബന്ധപ്പെട്ടും ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ടും എത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഈ ഭീകരരുമായി പാകിസ്ഥാനിൽ നിന്നുള്ള പല ആളുകളും ബന്ധപ്പെട്ടിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം സംഭാവനകൾ സ്വീകരിക്കുന്ന കാര്യത്തിലുമൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ഏതാണ്ട് 20,000ഓളം പാകിസ്ഥാൻ രൂപ വീതം ഇവർ ആവശ്യപ്പെട്ടിരുന്നു ഇവർക്ക് സംഭാവന ചെയ്യാൻ താല്പര്യപ്പെട്ടവരിൽ നിന്നും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ രീതികളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിൽ ഈ അൽഫല സർവകലാശാല ഒരു കേന്ദ്രബിന്ദുവായി മാറുകയാണ്. ഇവിടുത്തെ ഡോക്ടർമാർ, ഈ സർവകലാശാലയുടെ രൂപീകരണം, അതിനുശേഷമുള്ള ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഏറെ നിർണായകമായ ഒന്നായി കാണുകയും ചെയ്യുന്നു. ഈ ചെങ്കോട്ട സ്ഫോടനത്തിലെ പ്രധാന പ്രതിയായ ഡോക്ടർ ഷഹീൻ സയ്യിദ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു, ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 15ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഈ കേസിൽ ഇതിൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ ഈ സർവകലാശാല വലിയ തോതിൽ സംശയനിഴലിലാണ്. ഇവരുടെ ബന്ധുക്കളെ അടക്കം ചോദിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഇവർക്കടക്കം പല ആളുകൾക്കും ഈ വീടുകളും മറ്റും വാടകയ്ക്ക് നൽകിയിരുന്ന ഒരു സ്ത്രീയുണ്ട്. ഈ പ്രദേശത്തിനടുത്ത് തന്നെ താമസിക്കുന്നവരാണ്. അവരെ ചോദ്യം ചെയ്തുവെന്നും ഇവർ ഇപ്പോൾ തന്നെ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലാണെന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഈ സർവകലാശാല ഭീകരവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് എന്ന നിലയിലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. ഭവ്യ. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.
ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഇന്ന്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് റഫറൻസിന് വ്യക്തത നൽകുക. 14 വിഷയങ്ങളിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു റഫറൻസിൽ വ്യക്തത തേടിയിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ നിന്ന് പിടികൂടാൻ ഇന്റർപോളിനെ സമീപിക്കാനൊരുങ്ങി ബംഗ്ലാദേശ്. ഹസീനയെ കൈമാറണമെന്ന് തിങ്കളാഴ്ച മുഹമ്മദ് യൂനിസിന് നയിക്കുന്ന ഇടക്കാല സർക്കാർ ആവശ്യപ്പെട്ടിട്ടും അനുകൂല നീക്കങ്ങൾ ഉണ്ടാകാത്തതോടുകൂടിയാണ് നടപടി. അതേസമയം ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇതുവരെയും വിഷയത്തെ സംബന്ധിച്ച് ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായി കത്ത് നൽകിയിട്ടില്ല. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. അഭിലാഷ്, ഈ വിഷയത്തിൽ എന്താണ് ഇന്ത്യയുടെ നിലപാട്? ഇന്ത്യക്ക് മുന്നിൽ 4 വഴികളാണുള്ളത് ഭവ്യ. അതിൽ ഒന്നെന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടു നൽകുക. പ്രധാനമായും അത് ഒരിക്കലും ഇന്ത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഇന്ത്യയുടെ ചരിത്രമെന്ന് പറയുന്നത് തന്നെ സുഹൃത്തുക്കളെ കൈവിടുന്ന ഒരു രീതിയല്ല ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ കാലങ്ങളായി തുടരുന്ന ആ നയം തന്നെ ഇന്ത്യ ഇവിടെയും സ്വീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിൻ്റെ ആവശ്യപ്രകാരം അവർക്ക് വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു നിലപാട് ഇന്ത്യ എടുക്കും. അതുകൊണ്ട് തന്നെ ആ വഴി നടക്കില്ല. രണ്ടാമത്, ഇപ്പോൾ ഇന്ത്യയിലിരുന്നു കൊണ്ടാണ് ഷെയ്ഖ് ഹസീന അവാമി ലീഗ് എന്ന് പറയുന്ന അവരുടെ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് മറ്റ് പൊതു നിലപാടുകളോ നടപടികളോ ഒന്നും പൊതുവായി പറയാതെ സൈലന്റ് ആയിരിക്കുക എന്നുള്ളൊരു ആവശ്യം ഷെയ്ഖ് ഹസീനയ്ക്ക് മുന്നിൽ വയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങുന്നത് വരെ മിണ്ടാതിരിക്കുക എന്നുള്ളൊരു നിലപാട് ഇന്ത്യ ഷെയ്ഖ് ഹസീനയോട് സ്വീകരിക്കാൻ പറയുക എന്നുള്ളതാണ്. അതും ഇന്ത്യ ചെയ്യുമെന്ന് തോന്നുന്നില്ല. മറ്റൊന്ന്, ഷെയ്ഖ് ഹസീനയെ വേറൊരു രാജ്യത്തേക്ക്, സുരക്ഷിതമായ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ ഒരു ഭൂരിഭാഗം രാജ്യങ്ങളും അതിന് തയ്യാറാകുമെന്ന് കരുതാൻ വയ്യ. കാരണം ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ച് അത്രയും സുരക്ഷ കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ്. ഏത് നിമിഷം അത്രയും സുരക്ഷാ ഭീഷണി നേരിടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളെ സ്വന്തം രാജ്യത്തേക്ക് മറ്റൊരു രാജ്യം വിളിച്ചു കയറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയം. അപ്പോൾ ഈ 3 വഴികളും ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ തൽക്കാലം ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് വിലയിരുത്തി പഠിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു നിലപാട്. അതാണ് ആദ്യത്തെ ദിവസം ഈ ICTയുടെ വധശിക്ഷ വിധി പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യ പറഞ്ഞത് ബംഗ്ലാദേശിന്റെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം മറ്റൊരു പ്രതികരണങ്ങളൊന്നും ഇന്ത്യ ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതായത് കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ എന്നും അന്തരീക്ഷം എന്നുള്ള മനസ്സിലാക്കി മാത്രമേ ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കൂ. അതിൽ പ്രധാനപ്പെട്ട കാര്യം, സൗത്ത് ഏഷ്യയിൽ തന്നെ ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്ന രാജ്യം, ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി നടത്തുന്ന രാജ്യം ബംഗ്ലാദേശാണ്. $13 ബില്യൺ ഇറക്കുമതിയാണ് കഴിഞ്ഞ വർഷം, വ്യാപാരമാണ് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശുമായി ഇന്ത്യ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോളം കൂടിയാണ് ബംഗ്ലാദേശ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ടൈ അതങ്ങനെ പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കാൻ ഇന്ത്യ ശ്രമിക്കില്ല. അതുപോലെ തന്നെ ബംഗ്ലാദേശിനെ സംബന്ധിച്ചും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ ആവശ്യമാണ്. കാരണം അവിടുത്തെ റെയിലുകളായാലും റോഡായാലും തുടങ്ങി അവർക്ക് വേണ്ട വെള്ളമായാലും അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവർക്ക് വേണ്ട കൺസെഷൻസ്, അവർക്ക് കടം നൽകുന്നതടക്കം ഇന്ത്യ വലിയ രീതിയിൽ സഹാനുഭൂതിയോടെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇന്ത്യ നൽകി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ഒരു ടൈപ്പ് എത്രയും പെട്ടെന്ന് ഇത്തരം വിഷയങ്ങളിൽ വെട്ടിമുറിക്കാൻ ബംഗ്ലാദേശിനെ കൊണ്ട് കഴിയില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ സഹായം നിർത്തിയാൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ രൂക്ഷമാകും. അത് ഈ ഒരു സാഹചര്യം മറികടക്കാനായിട്ട് ഈ ഇടക്കാല സർക്കാർ, മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല സർക്കാർ വന്ന സമയത്ത് ചില നടപടികൾ മുന്നോട്ടെടുത്തതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇന്ത്യയുമായിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക്, പ്രധാനമായും ചൈന, പാകിസ്ഥാൻ, പിന്നെ തുർക്കി, ഈ മൂന്ന് രാജ്യങ്ങളിലേക്കും അടുത്ത് അവിടെ നിന്നുള്ള സഹായങ്ങൾ ബംഗ്ലാദേശിലേക്ക് എത്തിച്ച് പകരം ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം, ഇന്ത്യയുമായിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി കുറയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങൾ മുഹമ്മദ് യൂനസ് സർക്കാരിൻ്റെ കാലത്ത് തന്നെ വന്ന സമയത്ത്, അതായത് ഒരു 2-3 കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശ്രമിച്ചു വരികയാണ്. അതിൻ്റെ ഫലം കണ്ടു തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയുമായിട്ടുള്ളൊരു ടൈ അവർക്ക് വേണ്ട, ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം അവർക്ക് വേർപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് വലിയ കാലതാമസമെടുക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷെയ്ഖ് ഹസീന വിഷയത്തിൽ ഇന്ത്യയുമായിട്ടൊരു ഉടനെ ഒരു കടുത്ത നിലപാടെടുക്കാൻ ബംഗ്ലാദേശിനെ കൊണ്ട് കഴിയില്ല. ഇന്ത്യക്കും ബംഗ്ലാദേശിനെ പിണക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിപ്ലോമസിക്ക് കുറച്ച് സമയമൊക്കെ എടുക്കാം. കാരണം പതുക്കെ
ഇപ്പോഴത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങാൻ കുറച്ച് സമയം അതിന് ഉപകരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ സമയം നേടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് അജിത് ഡോവൽ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് ബംഗ്ലാദേശ് സുരക്ഷാ ഉപദേഷ്ടാവുമായി കണ്ടു. പക്ഷേ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകുന്ന കാര്യം ചർച്ചയായിട്ടുള്ളൂ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു വലിയ 4000-ന് മുകളിൽ കിലോമീറ്റർ ബോർഡർ ഉള്ള ഒരു രാജ്യമാണ്. ബംഗ്ലാദേശ് എന്നുള്ള സുരക്ഷാ ഭീഷണി ഇന്ത്യക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. കാരണം അവിടെയുള്ള ഇപ്പോൾ പാകിസ്ഥാനുമായി എത്രത്തോളം സുരക്ഷാ ഭീഷണി ഉണ്ടോ അത്രയും തന്നെ ബംഗ്ലാദേശുമായി ഉണ്ട്. കാരണം അവിടെ നിന്നൊക്കെ ഭീകരരായിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യയിലേക്ക് കടന്നു കയറാനൊക്കെ ഉള്ള വഴികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ബംഗ്ലാദേശുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം കൂടുതൽ ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരിക്കലും ത്രെട്ട് അല്ല എങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു എതിരാളിയല്ല ബംഗ്ലാദേശ്. പക്ഷേ ഒരു സുരക്ഷാ ഭീഷണി അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യവുമായി അടുപ്പത്തിൽ പോകാനായിട്ടാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. പക്ഷേ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റാണ്. ആ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് എടുത്തടിച്ചു പറയാതെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഭവ്യ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ. റഷ്യയുമായുള്ള സമാധാന ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇന്ന് US സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ ഇതിന്റെ ഭാഗമായി തുർക്കിയുമായി ചർച്ച നടത്തിയിരുന്നു. ജൂലൈയിൽ ഇസ്താംബൂളിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം റഷ്യയും യുക്രൈനും മറ്റ് ചർച്ചകൾ നടത്തിയിരുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക 28 നിബന്ധനകൾ അടങ്ങിയ സമാധാന പദ്ധതി തയ്യാറാക്കുന്നതായും വിവരമുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം ലബനോനിലേക്ക് വീണ്ടും ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങിയെന്നാരോപിച്ചാണ് ഇസ്രായേൽ ആക്രമണം. തെക്കൻ ലബനോനിലെ ഷഹാർ, ഡെയർ, കിഫാത്ത്, തിരി തുടങ്ങിയ ഇടങ്ങളിലാണ് ആക്രമണമുണ്ടായത്. അതേസമയം ഇസ്രായേൽ കടന്നുകയറ്റവും ആക്രമണങ്ങളും അവസാനിപ്പിക്കാതെ ആ യുദ്ധം താഴെ വയ്ക്കില്ലെന്നാണ് ഹിസ്ബുള്ളയുടെ നിലപാട്. അഭിലാഷ് രാധാകൃഷ്ണൻ തന്നെ വിവരങ്ങളുമായി ചേർന്നു. അഭിലാഷ്, എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? ഒരിടവേളയ്ക്ക് ശേഷം ഉണ്ടാകുന്ന വീണ്ടും ആക്രമണം അല്ലേ? ഭവ്യ, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇസ്രായേൽ ലെബനോനിലേക്ക് നടത്തിയത്. തെക്കൻ ലെബനോനിലെ പ്രധാനമായ 3 വില്ലേജുകളിലാണ് ആക്രമണം നടത്തിയത്. ഷെഹൌർ, അതുപോലെ ദെയർ കിഫ, തിരി എന്നീ 3 വില്ലേജുകളിലാണ് ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിന് തൊട്ട് മുമ്പാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകുന്നത്. ഇവിടെ ഹെസ്ബുള്ളയുടെ സൈറ്റുകളിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്, എത്രയും വേഗം അവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അരമണിക്കൂറിനുള്ളിൽ തന്നെ വ്യോമാക്രമണം നടക്കുകയും ചെയ്തു. ഏതാണ്ട് ഈ ഹിസ്ബുള്ളയുടെ, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഹെസ്ബുള്ളയുടെ ചില പ്രധാന കേന്ദ്രങ്ങൾ തകർത്തു എന്നുള്ളതാണ് ഇസ്രായേലിന്റെ അവകാശവാദം. അത് എത്രത്തോളം, പക്ഷേ ഇതിന്റെ തെളിവുകളൊന്നും, അതായത് ഹെസ്ബുള്ള വീണ്ടും അവിടെ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ള തെളിവുകളൊന്നും ഇസ്രായേൽ മുന്നോട്ട് വച്ചിട്ടില്ലെങ്കിൽ പോലും അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഹെസ്ബുള്ള വീണ്ടും തിരിച്ചു വരുന്നു, ഇസ്രായേലിന് അതൊരു സുരക്ഷാ ഭീഷണിയാണ്, അതുകൊണ്ട് ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇവർ അവകാശപ്പെടുന്നത്. അതിന്റെ മറ്റൊരു വശമെന്ന് പറയുന്നത് ഈ ഹെസ്ബുള്ളയുടെ ഒരു പ്രവർത്തനങ്ങളെല്ലാം ഏറെക്കുറെ നിർത്തിവെച്ചിട്ടുണ്ട്. അവരുടെ ആയുധങ്ങളെല്ലാം ലെബനീസ് സർക്കാർ തിരിച്ചു വാങ്ങണമെന്നുള്ളതായിരുന്നു അമേരിക്കയും ലെബനനുമായിട്ടുള്ള കരാർ. അതുമായി ബന്ധപ്പെട്ട് ഹെസ്ബുള്ള ആയുധം താഴെ വെച്ച് കീഴടങ്ങുകയാണ്. അവരുടെ ഒരുപാട് ഫാക്ഷൻസ് തങ്ങളിലേക്ക് എത്തി എന്നുള്ള വിവരങ്ങളൊക്കെ ലെബനൻ സർക്കാർ പുറത്തുവിട്ടിരുന്നതാണ്. പക്ഷേ അവർ വീണ്ടും ആയുധങ്ങൾ ശേഖരിച്ച് വീണ്ടും ആളുകൾ ഒത്തുകൂടി ഒരു പ്രവർത്തനങ്ങൾ തുടങ്ങി എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിലേക്ക് ലെബനന്റെ കമാൻഡർ ചീഫ് ഒരു യാത്ര നടത്താനിരുന്നു. പക്ഷേ ആ യാത്ര അമേരിക്ക വിലക്കിയിരിക്കുകയാണ്. ഹെസ്ബുള്ള അവരുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാതെ, അവരുടെ ആയുധങ്ങൾ താഴെ വയ്ക്കാതെ, അതിന് സർക്കാർ സമ്മർദ്ദം ചെലുത്താത്തൊരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഒരു പ്രതിനിധി അമേരിക്കയിലേക്ക് എത്തണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് അമേരിക്ക പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക്, പ്രധാനമായും 3 കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഈ വിഷയം അതിൽ ഹെസ്ബുള്ളയുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ലെബനന്റെ പല മലനിരകളും മലനിരകളിലേക്കും ഇസ്രായേൽ കടന്നുകയറ്റം നടത്തുന്നുണ്ട്. മാത്രമല്ല ഗാസയിൽ ഇപ്പോഴും ആക്രമണം നടത്തുന്നുണ്ട്. ലെബനനിലേക്കും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങൾ ആയുധം താഴെ വയ്ക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഹെസ്ബുള്ളയുടെ നിലപാട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഇപ്പോൾ ഇസ്രായേൽ ലെബനനിലേക്ക് നടത്തിയത്. അതേസമയം തന്നെ ഒക്ടോബർ 10 വെടിനിർത്തൽ ഉണ്ടായതിനു ശേഷം വീണ്ടും ഒരു വലിയൊരു ആക്രമണം ഗാസയിലേക്ക് ഇസ്രായേൽ നടത്തിയിരിക്കുന്നു. 25 പേർ കൊല്ലപ്പെട്ടു, 77 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിൽ
ഇസ്രായേൽ പറയുന്നത് അവരുടെ തെക്കൻ ഗാസയിൽ അവരുടെ സൈനികർക്ക് നേരെ വെടിയുതിർത്തു. അതിന് പകരമായിട്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നുള്ളതാണ്. അവിടെ ആളുകൾ താമസിച്ചിരുന്ന റെഫ്യൂജി ക്യാമ്പിലാണ് ഒരു ആക്രമണം ഉണ്ടായത്. അവിടെ 25 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം. എന്തായാലും ഇസ്രായേൽ വീണ്ടും ഗാസയിലേക്കും ലെബനനിലേക്കും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആക്രമണം നടത്തിയിരിക്കുന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിന് തിരിച്ചടി എന്താണ് എന്നുള്ളതാണ് ഇനി വരും മണിക്കൂറുകളിൽ അറിയേണ്ടത്. വലിയ പ്രശ്നങ്ങളിലേക്ക് മിഡിൽ ഈസ്റ്റ് കടക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഭവ്യ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ ഇന്നും വലിയ ഭക്തജന തിരക്കാണ്. 12 മണിക്കൂറോളം ഭക്തരൊക്കെ ക്യൂവിൽ നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് ആ വാർത്തയിലേക്ക് എത്തണം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. നടിയെ ആക്രമിച്ച കേസ് ഇന്ന് വീണ്ടും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. കേസിൽ സാക്ഷ്യ വിസ്താരമടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. വിചാരണ പൂർത്തിയായെങ്കിലും അവസാനഘട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുക. കേസ് വിധി പറയുന്ന തീയതിയും ഇന്ന് അറിയാം. നടൻ ദിലീപ് അടക്കം ആകെ 9 പേരാണ് കേസിലെ പ്രതികൾ. നവമി ദിനേശ് വിവരങ്ങളുമായി ചേർന്നു. നവമി, ഗുഡ് മോർണിംഗ്. കേരളം കാത്തിരിക്കുകയാണ് ആ വിധി അത് എന്നുണ്ടാകും എന്നറിയുന്നത്. കാര്യം ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദത്തിലെ അന്തിമ പരിശോധന നടക്കുന്നു, അന്തിമഘട്ട പരിശോധന നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ കാര്യങ്ങൾ? കേസിൽ പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ സംശയ നിവാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ എന്നായിരിക്കും ഇതിന്റെ വിധി പറയുക എന്നതായിരിക്കും ജഡ്ജി ഇന്ന് പ്രധാനമായും പറയുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ വിധി പറയുന്നത്. ഇതിൽ പൾസർ സുനി 1-ാം പ്രതിയും നടൻ ദിലീപ് 8-ാം പ്രതിയുമാണ്. നമുക്കറിയാം, ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് കൂടിയായിരുന്നു. ഓടുന്ന വാഹനത്തിൽ വെച്ച് നടിയെ അതിക്രൂരമായി പീഡനത്തിന് ഇരയാക്കി എന്നുള്ളത്. 2017 ഫെബ്രുവരി 17-നായിരുന്നു ഈ സംഭവം നടന്നത്. എറണാകുളത്ത് നിന്നും തൃശൂരിലേക്ക് വരുന്ന വഴിയായിരുന്നു ഈ 1-ാം പ്രതിയായ പൾസർ സുനിയും കൂട്ടാളികളും ചേർന്ന് നടിയെ ക്രൂരമായി ആക്രമിക്കുകയും പിന്നീട് ആ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തത്. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിലാണ് നടൻ ദിലീപിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം നടിക്കെതിരെ നടത്താനായി നിർദ്ദേശം നൽകിയത്. അങ്ങനെ ഇതൊരു കൊട്ടേഷന്റെ ഭാഗമായാണ് നടിക്ക് നേരെ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു പീഡനം ഉണ്ടായതെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലും. അതിനെ തുടർന്ന് നിരവധി സിനിമാ താരങ്ങളടക്കം ഇതിൽ മൊഴികൾ പറയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അതിൽ ചില താരങ്ങൾ മൊഴി മാറ്റിയതും ഏറെ നിർണായകമാകുകയും ചെയ്തിരുന്നു. 261 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 1600 രേഖകളും കോടതി പരിശോധിച്ചിട്ടുണ്ട്. ഇത് 2018 മാർച്ചിലാണ് ഈ കോടതിയിൽ വിചാരണ ആരംഭിച്ചത്. 7 വർഷത്തോളം വിചാരണ നീണ്ടു. ഇതിനിടയിൽ തന്നെ നടി വിചാരണ നീളുന്നതിനെതിരെ സുപ്രീം കോടതി അടക്കം സമീപിക്കുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് എത്രയും വേഗം ഈ കേസ് വിധി പറയണമെന്നൊരു നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നവംബറിൽ തന്നെ ഇതിന്റെ വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നെന്തായാലും കേസ് പരിഗണിക്കുമ്പോൾ എന്നായിരിക്കും വിധി ഉണ്ടാകുക എന്നതായിരിക്കും കോടതിയിൽ നിന്നും അറിയുന്നത്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ നടന്ന പ്രതിഷേധത്തിനിടെ പോലീസ് ലാത്തിചാർജ് നടത്തിയതിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി അംഗം ഷീജ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിരുന്നു. അന്താരാഷ്ട്ര അവയവക്കടത്തിൽ NIAക്ക് നിർണായകമായി കൂടുതൽ വിവരങ്ങൾ ലഭിച്ചെന്ന സൂചന. കസ്റ്റഡിയിലുള്ള മുഖ്യപ്രതി മധു ജയകുമാർ അന്താരാഷ്ട്ര റാക്കറ്റിന്റെ കണ്ണി. ഇന്ത്യയിൽ നിന്നുള്ള 14 ഇരകളെയും NIA കണ്ടെത്തിയിട്ടുണ്ട്. ഇറാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര റാക്കറ്റിന്റെ മുഖ്യ കണ്ണിയായ മധു ജയകുമാറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് NIA. മനുഷ്യക്കടത്തിന് വിധേയരായ 14 ഇന്ത്യക്കാരെയും NIA കണ്ടെത്തിയിട്ടുണ്ട്. മധു ജയകുമാറിന്റെ കസ്റ്റഡി അവസാനിച്ചതിനാൽ കാലാവധി നീട്ടിക്കിട്ടാൻ വീണ്ടും കോടതിയിൽ അപേക്ഷ നൽകിയേക്കും. മധു ജയകുമാറിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ടെന്നാണ് NIA വൃത്തങ്ങൾ അറിയിക്കുന്നത്. മധു ജയകുമാറിൽ നിന്നും അവയവക്കടത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷിക്കുന്നത്. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഏറ്റെടുത്തതിന് ശേഷം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ NIA കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. തൃശൂർ സ്വദേശി സാബിത്ത്, എറണാകുളം സ്വദേശി സാബിത്ത്, ഹൈദരാബാദ് സ്വദേശി ബെല്ലംകൊണ്ട രാമപ്രസാദ് എന്നിവരെയാണ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2019 ജനുവരി മുതൽ 2024 മെയ് വരെ കേരളത്തിൽ നിന്ന് ആളുകളെ കടത്തിയിട്ടുണ്ടെന്നാണ് NIA കുറ്റപത്രത്തിൽ പറയുന്നത്. ഇറാനിലായിരുന്ന മധു ജയകുമാറിനെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് ഇറാനിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത മധുവിനെ ഈ മാസം 7-ാം തീയതിയാണ് NIA അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ഈ മാസം 19 വരെ NIA കസ്റ്റഡിയിൽ വിട്ടു.
തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. വൻ തുക വാഗ്ദാനം നൽകിയാണ് ആളുകളെ ഇറാനിലെത്തിച്ചതെങ്കിലും സർജറി കഴിഞ്ഞ ശേഷം അവരെ കബളിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. സ്വീകർത്താക്കളിൽ നിന്ന് 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ഈടാക്കിയാണ് അവയവക്കടത്ത് നടത്തിയതെങ്കിലും ദാതാക്കൾക്ക് നൽകിയത് 2 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെയാണെന്നാണ് NIA കണ്ടെത്തൽ. അതേസമയം മനുഷ്യക്കടത്ത് റാക്കറ്റിന് കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന വിവരവും NIA ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ ചില സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് NIA അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യക്കടത്ത് സംഘവുമായുള്ള ആശുപത്രികളുടെ ഇടപാടുകൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കൊച്ചി. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നാട്ടിലോട്ട്. തദ്ദേശ പോരിന് നാടൊരുങ്ങുമ്പോൾ കാസർഗോഡ് തൃക്കരിപ്പൂരിലെ മാപ്പിടിച്ചേരി വീടും ആവേശത്തിലാണ്. ഇത്തവണ 2 സ്ഥാനാർത്ഥികളാണ് അവിടെ നിന്നും ഒരേ സമയം പ്രചാരണത്തിന് ഇറങ്ങുക. കുടുംബത്തിലെ തെരഞ്ഞെടുപ്പ് പോരിന്റെ ആവേശത്തിലേക്ക്. സഹോദരങ്ങളായ M മനുവും M മഹേഷുമാണ് ഇത്തവണ ഒന്നിച്ച് ജനവിധി തേടുന്നത്. മനു RJD ചിഹ്നത്തിലും മഹേഷ് CPM ചിഹ്നത്തിലും മത്സരിക്കും. മനു തുടർച്ചയായ 2ാം തവണയാണ് തദ്ദേശ പോരിന് ഇറങ്ങുന്നതെങ്കിൽ മഹേഷിന് ഇത് കന്നി അംഗമാണ്. ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷനിൽ നിന്നുള്ള LDF സ്ഥാനാർത്ഥിയാണ് മനു. ഇദ്ദേഹം നിലവിൽ പിലിക്കോട് ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗവും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമാണ്. ജ്യേഷ്ഠൻ M മഹേഷ് ആകട്ടെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് 3ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ്. 5 വർഷക്കാലം ഡിവിഷനിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് മനുവിന് പിൻബലം. ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു അവസരം കൂടി കിട്ടിയിരിക്കുകയാണ് മത്സരിക്കാൻ. അപ്പോൾ പിലിക്കോട് ഡിവിഷനിലാണ് ഞാൻ മത്സരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ആവേശം ഏട്ടനും കൂടി മത്സര രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ വാർഡിലാണ് 3ാം വാർഡിൽ നിന്ന് ജ്യേഷ്ഠനും കൂടി മത്സരിക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തന രംഗത്താണ് നമ്മളെല്ലാവരും. DYFIയിലെ സംഘടനാ പ്രവർത്തനം മുതൽക്കൂട്ടാവുമെന്ന പ്രതീക്ഷയിലാണ് മഹേഷ്. T ഭാസ്കറിന്റെയും M അമ്മണിയുടെയും മക്കളാണ് ഇരുവരും. സഹോദരങ്ങൾ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയതോടെ തൃക്കരിപ്പൂരിലെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾക്ക് മാറ്റ് ഒന്നുകൂടി വർദ്ധിച്ചു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാൻ പണം നൽകി തൊഴിലുറപ്പ് തൊഴിലാളികൾ. പട്ടാമ്പി കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥി സുജാതയ്ക്കാണ് സഹപ്രവർത്തകരുടെ ഈ കൈത്താങ്ങ്. പാർട്ടി പ്രവർത്തകർക്കൊപ്പം ഇവരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒപ്പമുണ്ട്. കഴിഞ്ഞ 12 വർഷമായി തൊഴിലുറപ്പ് മേഖലയിൽ സജീവ സാന്നിധ്യമാണ് കൊപ്പം പ്രഭാപുരം സ്വദേശി സുജാത. തൊഴിലാളിയായും മേറ്റായും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് കൊപ്പം 6ാം വാർഡിലേക്ക് LDFന്റെ സ്ഥാനാർത്ഥിയായി സുജാത എത്തുന്നത്. അപ്രതീക്ഷിതമായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ദിവസവും തൊഴിലുറപ്പ് പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന സുജാത പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിലായി. ഇതോടെയാണ് തങ്ങളുടെ സഹപ്രവർത്തകരോടൊപ്പം ചേർന്ന് നിൽക്കാൻ മറ്റുള്ളവരും തീരുമാനിച്ചത്. സുജാതയ്ക്ക് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കേണ്ട തുക നൽകിയാണ് ഇവർ തങ്ങളുടെ സ്നേഹവും കരുതലും പ്രകടിപ്പിച്ചത്. 24ഓളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ പിരിച്ചെടുത്ത പണം സുജാതയ്ക്ക് കൈമാറി. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചിട്ടാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടി. ഞങ്ങൾ എല്ലാവർക്കും സമ്മതമാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവര് അത്രയും വർഷം നമ്മളൊപ്പം നിന്നൊരു വ്യക്തിയല്ലേ, അപ്പൊ അതിന് സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. തന്നെ സ്വന്തമായി കണ്ട സഹപ്രവർത്തകരുടെ സ്നേഹത്തിൽ വലിയ സന്തോഷത്തിലാണ് സുജാതയും. സ്ഥാനാർത്ഥി പര്യടനത്തിൽ കൂടുതൽ ഊർജം നൽകുന്നതാണ് സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ സഹായമെന്ന് സുജാത പറഞ്ഞു. എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളും ഒപ്പം 12 കൊല്ലമായി ഞാൻ വർക്ക് ചെയ്യണു. ഇവരെല്ലാവരും കൂടെ സഹകരണമാണ്. കെട്ടിവെക്കാനുള്ള പൈസ തൊഴിലാളികളായിട്ടും മേറ്റായിട്ടും വർക്ക് ചെയ്തിരുന്നു ഞാൻ. അപ്പോൾ ഇവരെല്ലാവരും സഹകരണം കൊണ്ട് കെട്ടിവെക്കാനുള്ള പൈസ എൻ്റെ തൊഴിലാളികൾ തന്നെക്ക് തന്നു. അതിലെൻ്റെ വാർഡിലുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി. LDFന്റെ രാഷ്ട്രീയ പ്രചരണത്തോടൊപ്പം സുജാതയുടെ വിജയത്തിനായി ഈ സഹപ്രവർത്തകരും ഇന്ന് ഒപ്പമുണ്ട്. ന്യൂസ് 18 പാലക്കാട്. തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു പോരാട്ടം വിജയിച്ച ആവേശത്തിലാണ് വൈഷ്ണ സുരേഷ്. വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് 24-കാരിയുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18നോട് സന്തോഷം പങ്കുവയ്ക്കുകയാണ് വൈഷ്ണ. VV അരുണിന്റെ റിപ്പോർട്ട് കാണാം. ഡിസംബർ 13-നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ വലിയൊരു പോരാട്ടം ജയിച്ച സന്തോഷത്തിലാണ് മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ്. വൈഷ്ണ, എന്ത് തോന്നുന്നു ഈ ഒരു വിജയത്തിൽ? വളരെ വലിയ സന്തോഷം. കാരണം സന്തോഷവും അതിലേറെ അഭിമാനവും ഉള്ളൊരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള സന്തോഷം നല്ല രീതിക്ക് മനസ്സിലുണ്ട്.
ഇടയ്ക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു ഇത് മത്സരിക്കാൻ പറ്റില്ലെന്ന്, കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണം നിർത്തിവെക്കേണ്ടി വന്നു, പ്രതികൂലമായ വിധി ഉണ്ടാകുമെന്ന ചില പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു തോന്നിയത്? ഒന്നാമത്തെ കാര്യം നമുക്ക് അധികം സമയമില്ല എന്നുള്ളതാണ്. നമുക്ക് നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി 21-ാം തീയതിയാണ്. അപ്പോൾ അധികം സമയം നമുക്ക് മുന്നിലേക്കില്ല. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് എത്രയും വേഗം വിധി കൈപ്പറ്റണം, നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഓർഡർ കൈപ്പറ്റണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. കാരണം നിയമ പോരാട്ടം എന്ന് പറയുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ നിന്ന ആളുകൾ, അത് ഹൈക്കോടതി ജഡ്ജി മുതൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ആയാലും, നമ്മുടെ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ആയാലും, നമ്മുടെ സീനിയർ ലോയർ ഉണ്ട് ശ്രീ ജോർജ് പൂന്തോട്ടം സാർ ആയാലും, മൃദുൽ മാത്യു സാർ ആയാലും, അഡ്വക്കേറ്റ് JS അഖിൽ ചേട്ടനായാലും, നമ്മുടെ KPC ഇലക്ഷൻ ഇൻചാർജ് ശ്രീ KP റഹ്മാൻ സാർ ആയാലും, പിന്നെ നമ്മുടെ സാധാരണ പാർട്ടിക്കാരായാലും, നമ്മുടെ ലീഡേഴ്സ് ആയാലും എല്ലാവരും ഒന്നടങ്കം ഇറങ്ങി നിന്ന് നമുക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാവരുടെയും സക്സസ് ആണ് ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത്. കാൽനൂറ്റാണ്ടായി CPM സ്ഥിരമായി ജയിച്ചു വരുന്ന വാർഡ്, CPM-ന്റെ മേയർ അടക്കം വന്ന വാർഡ്, അവിടെ ഇത്തരത്തിലൊരു തന്ത്രം സ്വീകരിക്കാൻ എന്തായിരിക്കും അവരെ പ്രേരിപ്പിച്ചത്? വൈഷ്ണയുടെ സ്ഥാനാർത്ഥികൾക്ക് ഒരു അങ്കലാപ്പ് ഉണ്ടാക്കിയതാണോ? അങ്ങനെ തോന്നുന്നുണ്ട്? അങ്ങനെ ചില അഭിപ്രായങ്ങൾ വരുന്നു. അല്ല, അതൊന്നും കൂടുതലായിട്ട് പറയേണ്ടത് ഞാനല്ല, അത് പാർട്ടിയാണ് പറയേണ്ടത്. പാർട്ടിയിൽ അതിൻ്റെതായ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട്, അവരത് പറയും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ സ്വന്തം വാർഡാണ് മുട്ടട വാർഡ് എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും, ഞാനും അച്ഛനും അമ്മയും എല്ലാവരും ജനിച്ചു വളർന്ന വാർഡാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പരിചയക്കാരും ബന്ധുക്കളും കൂട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം തന്നെ നമുക്കുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഗുണം എന്തായാലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. കെ ശബരിനാഥൻ പറഞ്ഞത് ഒരു മുട്ടട വാർഡിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയെ പത്രങ്ങളുടെ 1-ാം പേജ് വാർത്തയാക്കുന്നു, ന്യൂസ് ചാനലുകളുടെ തലക്കെട്ടാക്കി മാറ്റുന്നു. അത്തരമൊരു സമീപനം CPM-ന് ഒരു അബദ്ധമായി മാറാൻ സാധ്യതയുണ്ടോ? ശബരിചേട്ടൻ നമുക്ക് തന്നൊരു സപ്പോർട്ട് ഉണ്ട് കേട്ടോ. കാരണം പുള്ളി മേയർ കാൻഡിഡേറ്റ് ആണ്. പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് ആണ്, നമ്മൾ ഓർക്കണം. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രോസസ്സ്, അതായത് ഇലക്ഷൻ പ്രചരണ കാര്യങ്ങൾ വരെ മാറ്റിവെച്ചിട്ട് അദ്ദേഹം എന്നോടൊപ്പം നിന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശബരിചേട്ടൻ നമുക്ക് തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. നമുക്കൊരു മുതിർന്ന സഹോദരൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യുമോ അതേപോലൊരു സപ്പോർട്ടാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത്. അത് വളരെ വലിയൊരു ഭാഗ്യമായി കരുതുന്നു. കാരണം ശബരിചേട്ടൻ ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാൻ പറ്റുന്നത് തന്നെ വളരെ വലിയ ഭാഗ്യമാണ്. പിന്നെ ഇവരുടെ സപ്പോർട്ട്, അത് നമുക്ക് വളരെ വലിയൊരു ഭാഗ്യമായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ മുട്ടടയിലെ CPM കോട്ട പൊളിക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ് വിശ്വാസം. ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ളൊരു പോസിറ്റീവ് റെസ്പോൺസ് നമുക്കുണ്ടാവും. ജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ആശങ്ക സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളോട് ഇക്കാര്യം പറഞ്ഞു, അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു? കുറച്ച് ആളുകളെ ആ സമയത്ത് നേരിട്ട് കണ്ടിട്ടായിരിക്കുമല്ലോ. നമ്മൾ അങ്ങോട്ട് പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. കാണുന്ന ആളുകളെല്ലാം നമ്മളോട് ഇങ്ങോട്ട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് പറ്റിയത്, എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ അവരെ ഒരുപാട് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. നമ്മൾ കാര്യം പറഞ്ഞാൽ മതിയാണ്. അപ്പൊ എല്ലാവരും കുഴപ്പമില്ല, അപ്പോട്ട് എല്ലാം ശരിയാവും എന്നുള്ള രീതിക്കായിരുന്നു. എല്ലാവരും വളരെയധികം ആശങ്കയിലായിരുന്നു. അപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും. എന്തായാലും വളരെ വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ജയിക്കും എന്നുള്ള കാര്യത്തിലാണ്, ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത്. അതുതന്നെയാണ് മുട്ടടയിൽ കോൺഗ്രസിന്റെയും വൈഷ്ണയുടെയും ഒക്കെ ഒരു വിശ്വാസവും ഒക്കെ. ഏതായാലും 25 വർഷം തുടർച്ചയായി CPM ജയിച്ച വാർഡ് ഇത്തവണ മാറ്റമുണ്ടാകും. ഒരു പോരാട്ടം ജയിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലും വിജയിക്കുമെന്ന പ്രതീക്ഷയോട് തന്നെയാണ് UDF-ന്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. നാട്ടിൽ നല്ലൊരു കളിക്കളം ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടെ മത്സരിക്കാൻ ഇറങ്ങുന്ന ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. ഗ്രൗണ്ടിൽ സിക്സറുകളുടെ പെരുമഴ പെയ്യിക്കുന്ന താരമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ക്രീസിൽ ഇറങ്ങുന്നത്. നാട്ടിലും നഗരപ്രദേശങ്ങളിലും എല്ലായിടത്തും ചർച്ച തിരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഓളങ്ങൾ എല്ലായിടത്തും ഒരുപോലെയുണ്ട്. ഏറിയും കുറഞ്ഞുമൊക്കെ നാട്ടും പ്രദേശങ്ങളിലും നഗരത്തിലുമൊക്കെ അത് വ്യത്യാസമുണ്ടാകും. ഞാനിപ്പോൾ ഉള്ളത് പറണ്ടോടെന്ന മലയോര മേഖലയിലാണ്. അവിടെ മീനാങ്കലല്ലേ സ്ഥലമല്ലേ? മീനാങ്കലിനടുത്ത് പറണ്ടോടെന്ന സ്ഥലത്താണ് ഞാനുള്ളത്. അവിടെയും ഒരു ചെറിയ ചായക്കടയിൽ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഉണ്ട്. അവരുമൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലും അതിന്റെ വർത്തമാനങ്ങളിലും ഒക്കെയാണ്. ചേട്ടാ, എന്താ പേരെന്താ ചേട്ടാ? ഇവിടെ എങ്ങനെ തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. നല്ലൊരു ശക്തമായ പോരാട്ടം ഉണ്ട് ഇവിടെ. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ വാർഡിലൊക്കെ? ശക്തമായ പോരാട്ടം എന്ന് വെച്ചാൽ ഇവിടെ മലയോര മേഖലയാണ്. പക്ഷേ ഇവിടെ തൊഴിലുകളും എല്ലാം ഈ മഴയെ ആശ്രയിച്ചും റബ്ബർ ടാപ്പിങ്ങിനെ ആശ്രയിച്ചൊക്കെയാണ് കൂടുതലും ഈ പ്രദേശത്ത് എല്ലാവരും ജീവിക്കുന്നത്. എല്ലാവരും കൂലിവേലക്കാരുമാണ്. പിന്നെ മീനാങ്കൽ സംബന്ധിച്ച് നമ്മുടെ വിതിരയുടെയും ആര്യനാടിന്റെ ഒരു ബോർഡർ വരുന്ന ഭാഗമാണ് മീനാങ്കൽ. സ്ഥാനാർത്ഥികളൊക്കെ ഏകദേശം എല്ലായിടത്തും ആയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രചരണം ചൂട് പിടിച്ചിട്ടില്ല എങ്കിലും അതിന്റെ ആ രീതിക്ക് മഴയായതുകൊണ്ടാണ് ചൂട് പിടിക്കാത്തത്. മഴ മാറിയാണ് ചൂട് പിടിച്ച് വരെയാണ്. നല്ല രീതിയിൽ പോവുകയാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണിത്. മീനാങ്കൽ മത്സരിക്കുന്ന സുമേഷ്, ഇവിടെ ഏത് വാർഡിൽ മത്സരിക്കുന്നത്? ഞാൻ ആര്യനാട് മീനാങ്കൽ 2-ാം വാർഡിലാണ് മത്സരിക്കുന്നത്.
എന്താണ് മുഴുവൻ പേര് സുമേഷിന്റെ? സുമേഷ് ബി ആണ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് മത്സരിക്കുകയാണോ? അല്ല, രാഷ്ട്രീയ പ്രവർത്തനം ഒന്നുമില്ല. ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ഇല്ല, പാർട്ടിയിലും ഇല്ല. സ്വന്തമായിട്ട് മത്സരിക്കാൻ തോന്നി അങ്ങനെ നിൽക്കുന്നു. എന്താണ് മത്സരിക്കേണ്ട കാരണം? എന്താണ് സുമേഷ് ഇവിടെ മത്സരിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു വിഭജനം നടന്നു, പാർട്ടി ഏരിയ വിഭജനം നടന്നു. അപ്പോൾ ഞാൻ ദേവേരുന്നിലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഗ്രൗണ്ടുണ്ട്. അപ്പോൾ അവിടെ ഗ്രൗണ്ട് നല്ല മെച്ചപ്പെട്ട ഗ്രൗണ്ടില്ല. അപ്പോൾ നേരെ വിഭജനം വന്നപ്പോഴത്തേക്ക് എൻ്റെ വോട്ടർ പട്ടികയല്ല മീനാങ്കിളെ. അപ്പോൾ നമ്മൾ മീനാങ്കിൾ ഒരു സ്കൂളുണ്ട്, സ്കൂളിന് ചുറ്റിപ്പറ്റി ഒരു ഗ്രൗണ്ടോ ആ പ്രദേശത്ത് ഒരു ഗ്രൗണ്ടോ ഒന്നുമില്ല. ഇവിടെ അത് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരാൾ വേണം. അങ്ങനെ ഒരു പാർട്ടിക്കാരും ഇതുവരെ മുന്നോട്ട് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ നമുക്ക് ഇറങ്ങാൻ കഴിഞ്ഞ് കുറച്ച് കുട്ടികളുടെ ഭാവി എന്നാ കഴിയുന്ന സഹായം കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റും. സ്പോർട്സ് മേഖലയിലും. എന്ത് ഗ്രൗണ്ടാണ്? ക്രിക്കറ്റ് ഗ്രൗണ്ടാണോ? ക്രിക്കറ്റ് ഗ്രൗണ്ടല്ല, നമുക്ക് ഫുള്ള് ഒരു ഗ്രൗണ്ട്. അതായത് രാവിലെ വലിയ ആൾക്കാർക്ക് നടക്കാനും വൈകുന്നേരം വന്നിരിക്കാനും ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും സ്പോർട്സിൻ്റെ ഏത് മേഖലയായാലും നമുക്ക് അങ്ങനെ ഒരു ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും അത് ഉപകാരമാണ്. ഒരു ഗ്രൗണ്ടിന് വേണ്ടിയാണ് സുമേഷ് മത്സരിക്കാൻ വന്നത്. ഇവിടെ ഈ പറണ്ടോട് മീനാങ്കൽ ഭാഗത്ത് നല്ല ഗ്രൗണ്ട് ഇല്ല, ഗ്രൗണ്ട് വേണമെന്ന് ആവശ്യമായിട്ടാണ് മത്സരിക്കാറുള്ളത് അല്ലേ? അതെ അതെ. ഇപ്പം ഞാൻ പല സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും പോയിട്ടുണ്ട് കളിക്കാൻ. ഇനി പറയാം. ഇനി ഏതായാലും ഈ സുമേഷ് ബി സുമേഷ് മീനാങ്കൽ മത്സരിക്കുന്ന ബി സുമേഷിന്റെ ഒരു പേരും കൂടി അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു പേര് കൊണ്ട് ഗെയിൽ കുട്ടപ്പൻ. ഗെയിൽ കുട്ടപ്പൻ എന്ന് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലൊക്കെ വളരെ പ്രശസ്തമായ രീതിയിൽ കളിച്ചിട്ടുള്ള ഗെയിൽ കുട്ടപ്പനാണ് ഈ സുമേഷ്. ഗെയിൽ കുട്ടപ്പനാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. സ്വാഭാവികമായും ഒരു ഗ്രൗണ്ടിന് വേണ്ടി ഒരു കളിക്കളത്തിന് വേണ്ടിയൊക്കെ മത്സരിക്കുമ്പോൾ സ്വാഭാവികം എന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഗെയിൽ കുട്ടപ്പൻ ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഗ്രൗണ്ട് ലക്ഷ്യമിട്ട് മത്സരത്തിനിറങ്ങുന്നത് അല്ലേ? അതെ അതെ. നമുക്ക് ആവശ്യം വിദ്യാഭ്യാസം എല്ലാം ഉണ്ട്, പിന്നെ കെട്ടിടമുണ്ട്, കക്കൂസുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് ആരോഗ്യപരമായിട്ട് മേഖലകളിൽ ഒരു ഗ്രൗണ്ടോ അതിനുള്ള ഒരു ഉപകരണം ഒന്നുമില്ല, ഒരു ജിമ്മ് ഇല്ല. അപ്പോൾ നമ്മളെല്ലാം പോയി പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്, ഇപ്പോൾ ടർഫായ പോലും പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് പോയി പൈസ ഒരു മണിക്കൂറിന് 1000-2000 കൊടുത്തേക്കാണ് പ്രാക്ടീസും കാര്യങ്ങൾ. അപ്പോൾ പഞ്ചായത്തിൽ അങ്ങനെ ഒരു ഗ്രൗണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജിമ്മ് ഇപ്പോൾ അറിയില്ല, മൾട്ടിമീഡിയ ജിമ്മോ ഒക്കെ ഓരോ പഞ്ചായത്തിലായി. ഇങ്ങോട്ടൊന്നും ഒരു ഇതുമില്ല. അതായത് കുറച്ചപ്പുറത്ത് കഴിഞ്ഞ സെറ്റിൽമെന്റ് ഏരിയയാണ്. ഈ കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നവരാണ്, ഇവരൊക്കെ ഇവിടെ ഉള്ളവരാണ്? ഇവരൊക്കെ എല്ലാം ഇവിടെ ഉള്ളത് മീനാങ്ക സ്കൂളിൽ പഠിക്കുന്നതാണ് എല്ലാവരും കുട്ടികൾ. നിങ്ങളൊക്കെ കളിക്കാൻ പോകുന്നത് എവിടെയാണ് പോകുന്നത്? കളിക്കാൻ ഗ്രൗണ്ടൊക്കെ ഉണ്ടോ ഇവിടെ? ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ടാണ്, സർക്കാരിന്റെ ആണോ? അല്ല, പഞ്ചായത്തിന്റെ ഗ്രൗണ്ടൊക്കെ ഉണ്ടോ? അത് പഞ്ചായത്തിന്റെ അല്ല, നാഷണൽ. ഗെയിൽ കുട്ടപ്പൻ അറിയാം. ഗെയിൽ കുട്ടപ്പൻ ഇലക്ഷനിൽ മത്സരിക്കാൻ പോവാണ്. ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ടൊക്കെ മത്സരിക്കുന്നത് അതാണോ? കളിയെ കണ്ടിട്ടുണ്ടോ? ഇഷ്ടമാണത്. നിങ്ങൾക്ക് ഇവിടെ വലിയ ഗ്രൗണ്ടൊക്കെ കിട്ടണമെന്ന് ആഗ്രഹം കൊണ്ടാണ് കുട്ടപ്പ ഇവിടെ ഇലക്ഷനിൽ മത്സരിക്കുന്നതാണ് പറയുന്നത്. നല്ലതാണ്. നിങ്ങളെയൊക്കെ വീട്ടിൽ വോട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കും? നിങ്ങൾ വോട്ട് വാങ്ങിച്ചു കൊടുക്കുമോ? ഏതായാലും കുട്ടപ്പൻ അങ്ങനെ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് കളിക്കാൻ ഇറങ്ങുന്നത്. ഗെയിൽ കുട്ടപ്പൻ എന്ന പേര് തന്നെ ആ സമയത്തൊക്കെ ഒരു അത്ഭുതമായിരുന്നു. എങ്ങനെയാണ് ഗെയിൽ കുട്ടപ്പൻ എന്നൊരു പേര്? കാരണം ക്രിസ് ഗെയിൽ ക്രിക്കറ്റിൽ അങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴാണ് സെലിബ്രിറ്റി ലീഗിൽ ഇങ്ങനെ ഒരു ഈ പറണ്ടോടുകാരനായ മീനാങ്കൽകാരനായ ഒരു യുവാവ് കളിക്കാൻ വരുന്നത്. ആരാണ് ഈ ഗെയിൽ കുട്ടപ്പൻ എന്ന പേര് സുമേഷിനുണ്ട്? ഗെയിൽ കുട്ടപ്പൻ എന്ന് പറയുന്നത് പ്രിയദർശൻ സാറാണ്. ഇതുപോലെ CCL എന്ന CCLന്റെ ഓണർ അന്ന് പ്രിയദർശൻ സാറായിരുന്നു. ഇപ്പോഴത്തേക്ക് എന്റെ ശൈലിയെല്ലാം ഗെയിലിന്റെ രീതിയിലുള്ള ഇതായിരുന്നു. അങ്ങനെ ഒരു മാച്ചിന്റെ ഇടയ്ക്കിലാണ് അനൗൺസ്മെന്റ് ചെയ്തത്. മാച്ചിനിടയ്ക്ക് പേര് അനൗൺസ് ചെയ്തത്? പേര് അനൗൺസ്മെന്റ് ചെയ്തത്. ഇതുപോലെ ഗെയിലിന്റെ സാമ്യം, കളറ്, ഷോർട്ട് എല്ലാം അങ്ങനെ ആയതുകൊണ്ട് ഗെയിൽ കുട്ടപ്പൻ, ഗെയിലെന്ന് ഇട്ടിട്ട് അതിന്റെ കൂടെ കുട്ടപ്പനും കൂടെ ചേർന്നു. അത് പേര് പിന്നീട് ഔദ്യോഗിക പേരേക്ക് മാറ്റുണ്ടോ? ഇല്ല, ഇപ്പൊ സുമേഷ് തന്നെയാണ്. ഇപ്പൊ പേര് സുമേഷാണ്. എന്നെ അറിയപ്പെടുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ ഗെയിൽ കുട്ടപ്പനാണ്. എത്ര സീസൺ കളിച്ചു CCL? ഒരു പ്രാവശ്യം കളിച്ചിരുന്നു. പിന്നെ സിനിമയുടെ ഇതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു വന്നു. ഈ കുട്ടപ്പനിൽ നിന്ന് ഇവിടെ ആളുടെ ഓട്ടോ കൊടുക്കുമോ? എന്താണ് ചെയ്യുന്നത്? കൊടുക്കുമായിരിക്കോ? കുട്ടപ്പൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ BJP ഉണ്ട്, CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. പ്രധാന രാഷ്ട്രീയ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടപ്പനിലേക്കൊക്കെ ആൾക്കാർ എത്തും. ഈ കളിക്കുന്ന ആളുകളെയൊക്കെ ഇഷ്ടമായിരിക്കും. കുട്ടപ്പനെ കളിയെ കണ്ടിട്ടുണ്ടോ? കുട്ടപ്പൻ ജയിക്കാൻ സാധ്യതയുണ്ടോ? കുട്ടപ്പന്റെ കളിയൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല രീതിയാണ്. പിന്നെ കുട്ടപ്പന്റെ ആഗ്രഹങ്ങളെല്ലാം വളരെ നല്ലതാണ്. കാരണം വെച്ചാൽ
നമ്മുടെ ഗ്രാമപ്രദേശത്ത് കായിക രംഗത്ത് വളരെയധികം ഒട്ടും ശോഭിക്കാതെ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ വരുന്ന കുട്ടികളെ കൈപിടിച്ചുയർത്താനും ഓട്ടത്തിലായാലും ചട്ടത്തിലും ഹൈ ജമ്പായാലും സ്കൂൾ തലത്തിലായാലും നമ്മുടെ ഈ മേഖലയിൽ നിന്ന് ഒരു പേരും വളർന്നു വന്നിട്ടില്ല. ഒരുപക്ഷെ ഇത് ക്രിസ്ത്യൻ കുട്ടപ്പൻ മാത്രമായിരിക്കാം ഈ ഒരുവിധം പേരെങ്കിലും ഒന്നും കേട്ടിട്ടുള്ളത്. അതുപോലെ ബാക്കിയുള്ളവരും കൂടെ വളർന്നു വരണം എന്നുള്ളൊരു ആഗ്രഹം പുള്ളിക്കുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ മീനാങ്ക സ്കൂളിനെ സംബന്ധിച്ച് അവിടെ ഒരു ഗ്രൗണ്ട് ഇല്ല. ഞാനും അവിടെ ആ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയാണ്. അവിടെ അന്നൊക്കെ ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലും കളിക്കാൻ ഇല്ലാത്ത ഒരു ഇതാണ് അവിടെ ഉള്ളത്. ഇതുപോലെ തന്നെ നമ്മുടെ താഴെ ഒരു ലൈബ്രറി ഉണ്ട്, നാഷണൽ ലൈബ്രറി. അവിടെയാണ് ഒരു ഗ്രൗണ്ട് ചെറുതായിട്ടെങ്കിലും ഉള്ളത്. പക്ഷെ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രൗണ്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ കുട്ടികളെ ഈ ഗ്രാമപ്രദേശത്തുള്ള കുട്ടികളെ കായികപരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള യാതൊരു സമീപനവും നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിൽ നിന്നോ മറ്റുള്ള ഇതിൽ നിന്നോ ഒന്നും. എല്ലാ പഞ്ചായത്തിലും ഓരോ കളിക്കളം എന്ന് പറയുന്ന സർക്കാർ ലക്ഷ്യം. പക്ഷെ പലയിടത്തും ഇപ്പോൾ കളിക്കളങ്ങൾ ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഉള്ള കളിക്കളങ്ങൾ തന്നെ പൂട്ടിപ്പോകുന്ന അവസ്ഥയുണ്ട്. അവിടെ സ്വാഭാവികമായ ഒരിടത്ത് കുട്ടികൾ കളി തുടങ്ങുമ്പോൾ പിന്നീട് വലിയ കെട്ടിടങ്ങളൊക്കെ വരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായുള്ള അവസ്ഥയാണ്. ഏതായാലും ഇത്തരത്തിലൊരു ലക്ഷ്യവുമായി ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങുന്ന അപൂർവമാകും. തന്റെ നാട്ടിൽ നല്ല കളിക്കളങ്ങൾ വേണം, പുതിയ പുതിയ പ്രതിഭകൾ അവിടെ നിന്ന് ഉയർന്നു വേണം. ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും മറ്റു ഗെയിമുകളോ ആയും എന്തായാലും അവിടെ നിന്ന് പുതിയ പുതിയ താരങ്ങൾ ഉയർന്നു വരണം. അങ്ങനെ ഒരു ലക്ഷ്യമായാണ് ഗെയിൽ കുട്ടപ്പൻ എന്ന മലയാളികൾക്ക് പ്രത്യേകിച്ച് ക്രിക്കറ്റ് ആരാധകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഏറെ അറിയാവുന്ന ഒരു താരം മത്സരിക്കാനിറങ്ങുന്നത്. കുട്ടപ്പന്റെ ആഗ്രഹങ്ങൾ നടക്കട്ടെ, കുട്ടപ്പൻ ജയിക്കട്ടെ. ഈ പറണ്ടോടും മീനാങ്കിലും ഒക്കെ പുതിയ പുതിയ ഗ്രൗണ്ടുകൾ ഉയർന്നു വരട്ടെ, കൂടുതൽ പ്രതിഭകളും ഇവിടെ നിന്ന് ഉയർന്നു വരട്ടെ. അരുൺ എമ്മിനൊപ്പം വി അരുൺ, ന്യൂസ് 18. തിരിച്ചെത്താൻ വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം 12 മണിക്കൂറോളമാണ് ഭക്തർ കാത്തുനിന്നത്. ഒരു മിനിറ്റിൽ 65 പേർ വരെയാണ് പടി കയറുന്നത്. ശബരിമലയിൽ ഇന്നു മുതൽ പ്രതിദിനം 75,000 പേർക്ക് മാത്രമായിരിക്കും ദർശനത്തിന് അവസരമുള്ളത്. സ്പോട്ട് ബുക്കിംഗ് തിങ്കളാഴ്ച വരെ 5,000 ചുരുക്കിയിരുന്നു. വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഗുഡ് മോർണിംഗ്. സന്നിധാനത്താണ് വിനോദ് ഉള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നമ്മൾ ഇന്നലെ കേട്ടതാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്ന രൂക്ഷമായ വിമർശനം. അതിൽ പ്രധാനമായും ഹൈക്കോടതി പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ വലിയ ദുരന്തമുണ്ടാകുമെന്ന്. 6 മാസം മുൻപേ ഒരുക്കങ്ങൾ തുടങ്ങേണ്ടിയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്തെടുക്കുകയായിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഹൈക്കോടതി ചോദിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് ഇന്നത്തെ സാഹചര്യം? വലിയ തിരക്ക് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഭവ്യ, ഇന്നും വലിയ തിരക്കുണ്ട്. പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. നമ്മൾ ഒരു ദിവസം മുൻപ് കണ്ടതുപോലെ ക്രമാതീതമായ തിരക്കില്ല. അതിനെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഫലം കണ്ടു എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് നിലയ്ക്കലിൽ ബേസ് ക്യാമ്പ് ആക്കിക്കൊണ്ട് പമ്പയിലേക്ക് ആളുകളെ കടത്തിവിടുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നിലയ്ക്കലും പമ്പയും വലിയ തോതിൽ ആളുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്രയിലും ഏതാണ്ട് 8 മണിക്കൂർ വരെ കാത്തു നിൽക്കേണ്ടി വരുന്നുവെന്നാണ് ഭക്തർ ഇന്ന് രാവിലെയും പറയുന്നത്. പക്ഷേ പുലർച്ചെ 3 മണിക്ക് നട തുറക്കുമ്പോഴുള്ള ഒരു തിരക്കിന് കാരണം രാത്രി മല കയറുന്നവരുണ്ട്. 11 മണി കഴിഞ്ഞ് സന്നിധാനത്ത്, അതായത് വൈകിട്ടൊരു 7 മണിയോടുകൂടിയ അല്ലെങ്കിൽ 6 മണിയൊക്കെ കഴിഞ്ഞ് പമ്പയിൽ നിന്ന് പുറപ്പെട്ട് എത്തുന്നവർക്ക് രാത്രി ദർശനം കിട്ടാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയുള്ളവർ സന്നിധാനത്ത് തുടരും. അതോടൊപ്പം തന്നെ പുലർച്ചെ അവിടെ നിന്ന് വീണ്ടും കയറുന്ന ഭക്തരുണ്ട്. ഈ 2 കൂട്ടരും കൂടി ആകുമ്പോഴാണ് രാവിലെ ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. എന്നാൽ അതൊരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും സാധാരണ നിലയിലേക്ക് എത്തും. ഇപ്പോഴും തിരക്കുണ്ട്. ഇത് ശബരിമലയിൽ സാധാരണ നമ്മൾ കാണാറുള്ള തരത്തിലുള്ള ഒരു തിരക്ക് തന്നെയാണ്. പക്ഷേ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അത് ഈ വിർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ടാണ്. ഒരു ഉദാഹരണം, 20-ാം തീയതിക്ക് 25-ന് വിർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്ത ആളുകൾ അവർ തീയതി മാറി വരുന്നു, നേരത്തെ എത്തുന്നു. 25-ന് ബുക്ക് ചെയ്തവർ 20-നോ 21-നോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ എത്തിയത് 28,000 പേരാണ്. അതായത് അവർ ബുക്ക് ചെയ്തിട്ടുള്ള ദിവസമല്ല എത്തുന്നത്, ബുക്ക് ചെയ്ത ശേഷം അതിന്റെ രേഖയുമായി നേരത്തെ ഉള്ള ദിവസങ്ങളിലേക്ക് ഇവിടെ എത്തുന്നു. അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മറ്റൊന്ന് സ്പോട്ടുമായി ബന്ധപ്പെട്ടാണ്. സ്പോട്ട് ബുക്കിംഗ് 20,000 അനുവദിച്ചിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ ദിവസം സ്പോട്ട് ബുക്കിംഗ് നടന്നത് 14,000 മാത്രമാണ്. 6,000 സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചതിലും കുറവാണ് ഇന്നലെ ബുക്കിംഗ് നടന്നത്. ഹൈക്കോടതിയാകട്ടെ ആ സ്പോട്ട് ബുക്കിംഗ് അടുത്ത തിങ്കളാഴ്ച വരെ 5,000 ആക്കി നിജപ്പെടുത്തിയിട്ടുണ്ട്. 20,000 എന്നത് 5,000 ആക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത് 70,000 വിർച്വൽ ക്യൂ, 20,000 സ്പോട്ട് ബുക്കിംഗ്, അങ്ങനെ 90,000 പേർ
അധികമായി ഒരു 10,000 പേരെ കൂടി കണക്കാക്കിക്കോളൂ. അങ്ങനെയെങ്കിൽ 1,00,000 പേർ 1,00,000 പേരെ കടത്തിവിടുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ കോടതിയുടെ നിർണായക ഇടപെടലുണ്ടായത് ഇത് ഇപ്പോൾ 75,000 കുറച്ചിരിക്കുന്നു. വിമർശനം പല കോണുകളിൽ നിന്നുണ്ട്. അതായത് അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരമാണ് ദേവസ്വം ബോർഡ് ഇല്ലാതാക്കുന്നത്, ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താതെ എന്ന വിമർശനം ഒരു വശത്തുള്ളപ്പോൾ തന്നെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 75,000 പേരെന്ന് പറയുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല NDRFന്റെ രണ്ടാമത്തെ സംഘം കൂടി സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം 30 പേരും രണ്ടാമത് 40 പേരും ചെന്നൈയിൽ നിന്നുള്ള സംഘമാണ് രണ്ടാമതായി എത്തിയത്. ആദ്യത്തേത് തൃശൂരിൽ നിന്നുള്ള സംഘമായിരുന്നു. അങ്ങനെ NDRFന്റെ സംഘം കൂടി എത്തിയിട്ടുണ്ട്. അത് അവർക്ക് ഈ ക്രൗഡ് മാനേജ്മെന്റ് അത് കേരള പോലീസിനേക്കാൾ കുറച്ചുകൂടി വൈദഗ്ധ്യമുള്ള വിഭാഗമാണ്. അവർക്ക് കുറച്ചുകൂടി കാര്യക്ഷമമായി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ സുഗമമാവുന്നുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. ആളുകൾ നമ്മൾ ചോദിക്കുമ്പോൾ മല കയറി വരുന്ന ഭക്തർക്ക് വെള്ളവും ലഘുഭക്ഷണവും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ അത് ഉറപ്പാക്കുന്നുണ്ട്. 20 കേന്ദ്രങ്ങളിലാണ് ഇവർക്ക് വിശ്രമത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ ഈ വിശ്രമ കേന്ദ്രങ്ങളിലേക്ക് ഭക്തർ കയറുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. പലർക്കും ഈ വിശ്രമ കേന്ദ്രങ്ങളുടെ സേവനത്തെക്കുറിച്ച് അറിയുമായിരുന്നില്ല. മാത്രമല്ല അവിടെ പര്യാപ്തമായ തോതിൽ ജീവനക്കാരെ നിയമിക്കാനും കഴിഞ്ഞിരുന്നില്ല. ആ സ്ഥിതിക്കൊക്കെ മാറ്റമുണ്ടായിരിക്കുന്നു. കയറുന്ന വഴിയിൽ വെള്ളവും ലഘുഭക്ഷണവും കിട്ടുന്ന സാഹചര്യമുണ്ട്. ആദ്യത്തെ ഒരു ഭീതിതമായ അവസ്ഥ അത് പൂർണ്ണമായും ഒഴിഞ്ഞിട്ടുണ്ട്. ഭവ്യ, ശരി. സന്നിധാനത്ത് നിന്ന് BB വിനോദാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ട സന്തോഷം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാണ്. അമരവിള സ്വദേശികളായ പ്രതീഷിന്റെയും അഹല്യയുടെയും മകൾ യാമിക പ്രതീഷിന്റെ 2ാം പിറന്നാളാണിന്ന്. ആശംസകളുമായി അച്ഛൻ, അമ്മ, ഇവർ മാത്രമല്ല ഒപ്പം വല്യച്ഛൻ സതീഷ്, വല്യമ്മ അഞ്ജന സതീഷ്, ആരവ്, ആരിഷ്, എങ്ങനെ ഒരു കുടുംബം മുഴുവൻ കുഞ്ഞിന് ആശംസകൾ നേരുന്നുണ്ട്. ഒപ്പം ന്യൂസ് 18ന്റെ എല്ലാവിധ പിറന്നാൾ ആശംസകളും യാമിക മോൾക്ക് നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ബാവേ. കരിമ്പുവിളയിലെ ഷഫീഖ് റഹ്മാന്റെയും ഫാത്തിമയുടെയും മകൻ മുഹമ്മദ് ആദിലിന്റെ പിറന്നാളാണിന്ന്. മുഹമ്മദ് ആദിൽ മോന് എല്ലാവിധ പിറന്നാൾ ആശംസകളും ന്യൂസ് 18ന്റെ ഭാഗത്തുനിന്ന്. ഹാപ്പി ബർത്ത്ഡേ മുഹമ്മദ് ആദിൽ. വലിയവേളി സ്വദേശി എബ്രഹാം ജോൺസന്റെ പിറന്നാൾ ആശംസകളുമായി സഹോദരി ചിഞ്ചു ആണ് ആശംസ അറിയിച്ചത്. ചിഞ്ചുവിനൊപ്പം ന്യൂസ് 18ന്റെയും എല്ലാവിധ പിറന്നാൾ ആശംസകളും. രാവിലെയുടെ സമയം അങ്ങനെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ രാവിലെ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇനി പോലീസ് പെട്രോൾ കാണാം. നമസ്കാരം.